രക്ഷയില്ല. സൂപ്പർ പടം എന്ന് വെച്ചാലേ ദൈവത്തെ തോൽപ്പിച്ച് വന്നതിൻ്റെ വിജയമാണ്. പടം എല്ലാവരും കാണാം തിയേറ്ററിൽ. അത്രയും മസ്റ്റ് വാച്ചിങ് ആണ്. ഒരു ഇതുമില്ല. നമ്മൾ നടന്ന സംഭവങ്ങളാണ്, പക്ഷെ അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ലുക്മാനും എല്ലാവരും നന്നായിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ്. ഓക്കെ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് പ്രേക്ഷകരോടൊപ്പം സിനിമ ഉണ്ടപ്പോൾ? വരുന്ന പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ഇത് കണ്ട പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ഇത് മസ്റ്റ് വാച്ച് ഫിലിമാണ്. കുറച്ച് നേരം ഉള്ള ഇപ്പോഴും ഭയങ്കര രസമായിട്ടിരുന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. റിയൽ ഇൻസിഡൻ്റാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണ് നിറച്ചിട്ടാണ് ഇവിടുന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ഫീൽ ചെയ്തോ? അടിപൊളിയാണ്. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു പടം കാണാൻ അർജിത കൂട്ടുകാരൊക്കെ പറഞ്ഞു. പ്രേക്ഷകരുടെ ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. നല്ല മേക്കിംഗ് ആണ്. എല്ലാ ആർട്ടിസ്റ്റുകളും ഗ്രൂപ്പ് അടക്കം എല്ലാവരും ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും ഗംഭീരമായിട്ട് പിന്നെ സന്തോഷം. നമ്മുടെ സിനിമയാണല്ലോ, നമ്മൾ തന്നെ കുറെ പറയാതെ അശോകൻ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് നന്നായി വന്നിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇമോഷണലി ഒക്കെ കണക്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ബാക്കി എന്താ വെച്ചാൽ എല്ലാവരും ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ. നമ്മളെല്ലാവരും കൂടുതൽ പറയട്ടെ. അവർ പറയട്ടെ. നിങ്ങൾ കണ്ടവരൊക്കെ പറ, അഭിപ്രായം പറയാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ വന്നു. അപ്പോൾ അതാണ് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടിട്ട് പറയണം. കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് എത്തിയ ആൾക്കാർ കൂടുതലായിട്ട് വരണം എന്നാണ് എനിക്ക് ആകെയുള്ള റിക്വസ്റ്റ്. നല്ലൊരു മൂവിയാണ്. എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നെ തന്നെ. ആൻഡ് നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. സോ പ്ലീസ് എല്ലാവരും കാണണം. എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചത് അതുപോലെ ആ ഒരു ഇമോഷൻസ് കറക്റ്റ് ആയിട്ടുള്ള വന്നു എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. പിന്നെ അതിനുള്ള ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. തിയേറ്ററിൽ തന്നെ കാണാനുള്ളത് ഉണ്ടെന്നാണ്. നിങ്ങളൊക്കെ കണ്ടില്ലേ? എല്ലാവരും പറയാം. താങ്ക് യു. സിനിമയിലെ ഏറ്റവും അടിപൊളി ക്യാരക്ടർ ചേട്ടൻ്റെ ആയിരുന്നു. എല്ലാവരും കാണട്ടെ. കാണുന്നു തോന്നുന്നു പടം വർക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെയാണ്. ഞാനും ഹാപ്പിയാണ്. കുറെ കാലത്തിന് ശേഷം നല്ല റോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും കാണാൻ പറയാം. എല്ലാവരും കാണണം. നല്ല പടമാണ്. വ്യത്യസ്തമായിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. അടിപൊളി പടമാണ്. കണ്ടിരിക്കാം. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് സിനിമ? ഞാനല്ലേ ചോദിക്കണ്ടേ? ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഇതിന്റെ മുഴുവൻ പതിപ്പ് ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് വളരെ എൻഗേജിങ് ആണ്. അതുമാത്രമല്ല ഈ ഒരു കാലത്തിൽ സംസാരിക്കേണ്ട ഒരു സിനിമയും കൂടിയല്ലേ. എനിക്ക് തോന്നുന്നു നമുക്കത് അങ്ങനെ കണക്ട് ചെയ്തെന്ന് തോന്നുന്നു. കാരണം എൻഗേജിങ് ആണ്. മാത്രമല്ല ഒരു വിശ്വാസത്തിൽ സ്റ്റക്ക് ചെയ്ത് നിന്നാലുള്ള ഒരു സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഈ കാലത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മനുഷ്യൻ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും വന്ന് കാണുക. ഒപ്പുണ്ടാവാം. പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഒപ്പുണ്ടായിരുന്നു ഈ സിനിമക്കും ടോട്ടലി മൊത്തത്തിൽ. അശോകന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പ്രതികരണമൊക്കെ അറിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് വരാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയുന്നത്? എല്ലാവരോടും നിങ്ങൾ വളരെ ജെന്യുവനായിട്ട് ഇതിൻ്റെ റിസൾട്ട് കേട്ട് നിങ്ങൾക്ക് വളരെ നല്ലതെന്ന് കേട്ടാൽ മാത്രം നിങ്ങൾ തിയേറ്ററിൽ വന്നാൽ. പക്ഷെ അത് കേട്ടാൽ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വരിക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇത് ഈ ഷോ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും സിനിമ കാണാം. തിയേറ്ററിലേക്ക് എല്ലാവരും സാധനമാണ്. ഒരു രക്ഷയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ ഏറ്റവും സൂപ്പർ സാധനമാണ്. അവസാനത്തില്ല നിർത്തുന്ന സംഭവത്തല്ലേ ഏറ്റവും ആൾക്കാർ ഓർത്തിരിക്കുന്ന. പിന്നെ കേൾപ്പത്തിൽ കണ്ടാണ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം ഞങ്ങളാരും കണ്ടിരുന്നില്ലേ, പടം ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നാ കാണണേ. ഒരുപാട് സന്തോഷം. എല്ലാവരും വളരെ നന്നായി ചെയ്തു. നല്ല സിനിമയാണ്. കുറേ പേര് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. ഞാനതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കഥ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഭയങ്കര പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നായകന്റെ കഥയാണ്. ഗംഭീരയുടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഗംഭീരയുടെ അവസാന ക്ലൈമാക്സ് സണ്ണി മേൻ ഗംഭീരയുടെ അഭിനയിച്ചത് ചേട്ടാ പടം എങ്ങനെയായിരുന്നു? സണ്ണിവിനൊക്കെ അടിച്ചു പൊളിച്ചോ? തീപാറോ തിയേറ്ററിൽ ചേട്ടാ എങ്ങനെ ഫുൾ തർക്കമാണോ? അടിപിടിയൊക്കെ ഉണ്ടോ? ശരി ചേച്ചാ. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, മതത്തെ അത് കൈകാര്യം ചെയ്യുന്ന രീതി എപ്പോഴും നമുക്ക് വിമർശനത്തിന് കാരണമാകാറുണ്ട്. പക്ഷേ ഇത് വിശ്വാസപരമായിട്ട് തന്നെ ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിൽ, ഒരു തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും അതേ മതത്തിൻ്റെ ഓരോ വിഷയങ്ങളും ആ കറക്റ്റ് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഴുത്ത്, നല്ലൊരു വിശ്വാസം, അതേപോലെ തന്നെ അഭിനേതാക്കളുടെ നല്ലൊരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ലുക്മാൻ്റെ ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം. സീറ്റിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഡയറക്ടർ നവാസൊക്കെ പ്രിയ സുഹൃത്താണ്, ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പടം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. നല്ല സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെർഫോമൻസ് വൈസ് എല്ലാം അതേ പിടിച്ചിട്ട് എല്ലാ ഘടകവും വേണം. സെക്കൻഡ് ഹാഫ് ഭയങ്കര പടം ഉണ്ടായിരുന്നു. ലുക്മാനൊക്കെ പൊളിച്ചോ? പടം ഉണ്ടായിരുന്നു ചേച്ചി? പടം ഉണ്ടായിരുന്നു. എങ്ങനെ ചേട്ടാ പടം കണ്ട? പടം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ജോണറൊക്കെ ഇഷ്ടപ്പെട്ടോ ചേട്ടാ? പടം എങ്ങനെയുണ്ട്? ബ്രോ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? പടം എങ്ങനെയുണ്ട്? അല്ല അഭിനയൊക്കെ എങ്ങനെയുണ്ട്? സണ്ണിയുടെയും ലുക്മാൻ്റെ ഒക്കെ അടിയൊക്കെ ഒരു അടിപ്പടമാണോ? ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഇത് കണ്ടിട്ട് ആൾക്കാർ ഇതെല്ലാം മാറ്റം വരുത്തണം. നല്ലതാണ്. ഭയങ്കര നമുക്ക് ശരിക്കും ഒറിജിനലായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. പല ആൾക്കാർ ഇതേപോലെ മരിച്ചു കഴിഞ്ഞിട്ട് ജീവൻ വരുന്നവരുണ്ട്. ഇതുപോലെ കണ്ട ആൾക്കാരുടെ അവയർനെസ് ഉണ്ടായി. പിന്നെ ഇതേപോലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരിക്കൽ മരിച്ചു എന്നറിഞ്ഞാലും വീണ്ടും അത് ചെക്ക് ചെയ്ത് വേറെ ഡോക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് നോക്കി അതിങ്ങനെ ചെയ്യേണ്ടത് നല്ലതാണ്. നല്ലൊരു അവയർനെസ്സാണ്. ആൾക്കാരെല്ലാവരും ഇത് നോക്കണം. പല ആൾക്കാർ ഇതേപോലെ പിന്നെ മയ്യത്ത് കൊണ്ട് അടക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ എന്തോന്നോ നടക്കുന്നതാണ്. അതാണ് ഇതാണ് പിന്നെ അങ്ങനെ പൂജിക്കാനും അതിനും അതൊക്കെ പോകും. അതൊന്നും ശരിയല്ല. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും അങ്ങനെ മരിച്ചിട്ട് ജീവനോടെ കിടക്കുന്നവരായിരിക്കും അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ യുഗം ഇതിനുള്ളതല്ല. എനിക്കിത് അറിഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാർ. നല്ലതായിരുന്നു.